ഹലോ കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായി സന്തോഷമായിരിക്കുന്നു. നമ്മുടെ ഇവിടെ രാവിലത്തെ പ്രകൃതിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരുന്നത്. ഇപ്പോൾ രാവിലെ ഇവിടെ ഒരു 6:30 മണി ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയമായപ്പം നല്ല മഴക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ചേട്ടന് ചായയൊക്കെ ഇട്ട് കൊടുത്ത് ചേട്ടൻ മോനും കൂടെ ഒന്ന് പുറത്ത് പോയിരിക്കണേണ് ഒരാവശ്യമായിട്ട്. അതിന് ശേഷം വന്നിട്ട് ഞാൻ നമ്മളുടെ അടുക്കളയിലുള്ള ആ ചായയൊക്കെ ഇട്ട് അവിടെ നിന്ന് കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ, അതൊക്കെ ഒന്ന് എല്ലാം ഒതുക്കിയൊക്കെ ഒന്ന് വെച്ചിട്ട് അടുത്ത പണിയിലേക്കൊന്ന് പോകണം. അപ്പോൾ ഇന്ന് നമുക്കൊന്നൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ബീഫിൻ്റെ ഒരു പതിരയുണ്ട്, അതാണ് നമ്മളിന്ന് തോരൻ വയ്ക്കുന്നത് കേട്ടോ. അപ്പം രാവിലെ അവർക്ക് പോയ ആവശ്യം കഴിഞ്ഞിട്ട് അവർ വരുന്ന സമയത്ത് അവർക്ക് കഴിക്കാൻ കൊടുക്കാമല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ പതിരയൊക്കെ എടുത്തുകൊണ്ട് വന്നു വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കഴുകാൻ വേണ്ടി പോണതിന് മുമ്പാണ് കേട്ടോ. ഇതാണ് ആ സാധനം കേട്ടോ, നമ്മുടെ ബീഫിൻ്റെ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പം ഈ പതിരേനെ ഞാൻ നന്നായിട്ടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്ത് ഇത് ഇച്ചിരി പഞ്ഞി പോലെയാണ് ഇരിക്കണം കേട്ടോ കാണുമ്പോൾ തന്നെ. അപ്പം നമുക്ക് ആദ്യം ഇതിനകത്ത് നല്ലപോലെ കഴുകി കുക്കറിനകത്ത് ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് നമുക്ക് ഒരു 7-8 വിസിൽ വന്നത് വരെ നമുക്ക് നമ്മളുടെ ഈ പതിരേനെ വേവിച്ച് എടുക്കണം. വേവിച്ച് എടുത്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ ഞാൻ കുക്കറിലാക്കി കൊടുത്ത് ഗ്യാസൊക്കെ കത്തിച്ച് അതവിടെ ഇരുന്ന് ഒന്ന് വേകട്ടെ എന്ന് വിചാരിച്ചു അതവിടെ അങ്ങനെ ആക്കി കൊടുത്തു. ആ സമയത്താണ് നമ്മുടെ സിങ്കിൽ നിന്ന് വെള്ളമൊന്നും പോണില്ല, പണിയായിന്ന് തോന്നണം. അപ്പോൾ ഞാൻ അതിൻ്റെ സിങ്കിൻ്റെ താഴെ നോക്കിയപ്പം അവിടെ എലിയൊക്കെ നമ്മുടെ ഇതിന് കടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ബക്കറ്റൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുത്തി പോകാൻ നോക്കുന്നുണ്ട്. അതിന് ശേഷം പത്രം എടുത്തുകൊണ്ട് വന്നു കേട്ടോ. പത്രം എടുത്തുകൊണ്ട് വന്ന് കുറച്ചൊക്കെ ഒന്ന് വായിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ അടുത്ത് നമ്മളുടെ സബ്സ്ക്രൈബിലുള്ള ഒരാൾ പറഞ്ഞ് പത്രം എന്നും കൂടുതൽ വായിക്കണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇച്ചിരി പത്രമൊക്കെ വായിക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ നമ്മുടെ സ്കൂളിലുള്ള കുറേ ക്ലീനിങ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളുടെ മന്ത്രി അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിച്ചതിന് ശേഷം നമ്മളുടെ പതിര തോരനാണ് വെക്കണത്. അപ്പോൾ അതിനാവശ്യമായ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒരു 50 ഗ്രാം വരും കേട്ടോ. കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ഞാൻ എടുത്ത് തൊലിച്ചൊക്കെ വെച്ച സമയത്ത് നമ്മളുടെ പതിരയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിങ്കിൽ വെള്ളം ഇപ്പോൾ കെട്ടിക്കിടക്കണതിന് വെള്ളം താഴോട്ട് പോകണില്ല. അപ്പോൾ ഞാൻ പുട്ടും കൂടെ വേണം നമുക്ക് ഈ പതിര തോരത്തിന് വേണ്ടി. അപ്പോൾ അതിന് വേണ്ടി അരിപ്പുട്ടാകുമ്പോൾ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുട്ടിന് ആവശ്യമായ മാവൊക്കെ എടുത്തിട്ട് ഇനി അതൊന്ന് വിരവി മാറ്റി വയ്ക്കുക. ഇത് പച്ചരി നമ്മൾ കഴുകി പൊടിച്ചിട്ട് വറുത്ത് മില്ലിൽ കൊടുത്ത് വാങ്ങിച്ച മാവാണ്. അപ്പോൾ ഇത്തിരി മുൻകൂട്ടി ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് വിരകി വെച്ചിരുന്നാൽ മാത്രമേ പുട്ട് നല്ല സ്പോഞ്ച് പോലെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതോടെ മാറ്റി വെച്ച സമയത്ത് നമ്മുടെ പതിരയൊക്കെ വിസിലൊക്കെ പോയി കിട്ടി. അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുത്തു. ഇപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ ചൂട് മാറിയാലേ നമുക്ക് ഇതിനെ അരിഞ്ഞ് ചെറിയ കഷ്ണമാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ തോരത്തിന് വേണ്ട ഒരു അരപ്പ് കാണുമല്ലേ. അപ്പോൾ തേങ്ങയൊക്കെ തിരികെ എടുത്തിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ശകലേ ഇട്ടുള്ളൂ. കാരണം നമ്മൾ അന്ന് വേവിക്കാൻ വെച്ച സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുളക് പൊടി 1 ടീസ്പൂണ്, മല്ലിപ്പൊടി 1/2 ടീസ്പൂണ്, കുറച്ച് പെരിഞ്ചീരകം കൂടെ എടുത്തുകൊണ്ട് പോയി ഞാനൊന്ന് ചതച്ച് കൊണ്ടുവച്ചു. എന്നിട്ട് നമ്മുടെ പതിരയൊക്കെ എടുത്ത് ഞാൻ ചെറിയ ചെറിയ കഷ്ണമാക്കി അരിഞ്ഞ് എടുത്തു. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ എപ്പോഴും എല്ലാ ശനിയാഴ്ചയും ഒക്കെ ഇത് നമുക്കിവിടെ കിട്ടും വാങ്ങിക്കാൻ വേണ്ടി കേട്ടോ. നമ്മുടെ ഈ ബീഫിൻ്റെ പതിര അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അരിഞ്ഞു വെച്ച സമയത്ത് മോനും ചേട്ടനും കൂടെ പുറത്ത് പോയി എന്ന് പറഞ്ഞില്ലേ, അവർ വന്ന് കേട്ടോ. വന്ന് ആട്ടയൊക്കെ ഒന്ന് ഒതുക്കി കൊടുക്കണേന് കാറ് നമുക്ക് അകത്ത് കയറ്റണം. അപ്പം അവിടെ ബ്ലോക്കായി, അതാണ് ആ വണ്ടിയൊക്കെ അവിടെ അങ്ങനെ വന്ന് നിൽക്കണത്. അപ്പം മോനൊന്ന് ഗേറ്റൊക്കെ ഒന്നും കൂടെ ഒന്ന് ഒതുക്കി കൊടുത്ത് നമ്മുടെ വണ്ടി അകത്ത് ചേട്ടൻ കയറ്റി. അപ്പോൾ ഞാൻ ഇതൊന്നും ജനലിൽ കൂടെയാണ് കേട്ടോ ഇത് നോക്കിക്കൊണ്ട് നിൽക്കണത്. അതിനുശേഷം ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചു, എണ്ണ ഒഴിച്ചു, കടുകിട്ടു, നമ്മുടെ ഉലുവ തട്ടി കൊടുത്തു. അതിനി അവിടെ ഇരുന്ന് ഒന്ന് പൊട്ടി വരണ സമയത്ത് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയെല്ലാം കൂടെ ഒന്ന് തട്ടിക്കൊടുത്ത് അതിനെ ഒന്ന് നമുക്ക്
വഴറ്റി അതിൻ്റെ ഒരു പച്ച കുത്തലൊന്ന് മാറ്റിയെടുക്കണം. അപ്പം ഈ ബീഫിൻ്റെ പതിര വയ്ക്കാത്ത കൂട്ടുകാരും കഴിക്കാത്ത കൂട്ടുകാരും ഉണ്ടെങ്കിൽ ഞാൻ ഈ വെക്കണ ഈ രീതിയിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ആ ഉള്ളിയൊരു ഇതൊക്കെ ഒന്ന് മാറി വന്ന സമയത്ത് ഞാൻ നമ്മൾ ചതച്ച് വെച്ച ഒന്ന് ഒതുക്കി കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് അതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് നമ്മുടെ ഉള്ളിയുടെ ഇതിലൊക്കെ കൂടെ ഇട്ട് അതിൻ്റെ ഇപ്പം നമ്മുടെ അരപ്പിൻ്റെയും പച്ച മണം ഒന്ന് മാറി വന്നു. അപ്പോൾ ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ പതിരനെടുത്ത് നമ്മൾ തട്ടി കൊടുക്കുക ചട്ടിയിലേക്ക് ഞാൻ ഇട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കും. ഇതിൻ്റെ കളറൊന്നും കണ്ടിട്ട് ആരും വെക്കാൻ വേണ്ടി മടി കാണിക്കണ്ട. ഇത് വെന്ത് വരുന്ന സമയത്ത് ഈ കളറാണ് കേട്ടോ നമ്മുടെ ഈ പതിരയ്ക്കുള്ളത്. അടിപൊളി ടേസ്റ്റാണ് കൂട്ടുകാരെ. ഉണ്ടാക്കി നോക്കിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അതൊന്ന് സെറ്റായപ്പോൾ ഞാൻ കുരുമുളക് ഇട്ട് കൊടുത്ത് നമ്മളുടെ ഈ തോരത്തിന് കുരുമുളക് ഇച്ചിരി കൂടുതൽ വേണം. അപ്പോൾ കുരുമുളക് ചേർത്ത് കൊടുത്ത് നമ്മളുടെ മസാലപ്പൊടി, അതായത് ഗരം മസാല പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുത്ത് കുറച്ചും കൂടെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തപ്പം നമ്മളുടെ ബീഫ് പതിര തോരൻ റെഡിയായി. അപ്പോൾ ഇപ്പുറത്തെ സ്റ്റവ് അടുപ്പിൽ ഞാൻ നമ്മുടെ പുട്ടിന് വേണ്ടി വെച്ചിട്ടുണ്ട്. പുട്ട് അവിടെ ആവിയൊക്കെ വന്നു പുട്ടും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ചേട്ടനും മോനും കഴിക്കാൻ വേണ്ടി കൊടുക്കണം. അപ്പം ഞാനൊരു വാഴയിലൊക്കെ പോയി എടുത്തുകൊണ്ട് വന്ന് നാടൻ വിഭവമില്ലേ, അപ്പോൾ ഇലയിൽ അവർക്ക് സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പുട്ടൊക്കെ വെച്ച് നമ്മുടെ ചൂട് നല്ല അടിപൊളി മണമുള്ള നമ്മുടെ ബീഫ് പതിര തോരനായിട്ട് നമ്മുടെ വാഴയിലയിൽ കോരി അങ്ങോട്ട് വയ്ക്കും. ചൂട് 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 അങ്ങനെ അവർക്ക് കൊണ്ടുപോയി കഴിക്കാൻ വേണ്ടി കൊടുത്തു. അപ്പം അതിനുശേഷം ഞാൻ അവിടെ കൊണ്ട് അവർക്ക് കൊടുത്തതിന് ശേഷം ഞാൻ വന്നിട്ട് ബാക്കിയുള്ളതിനൊക്കെ ഒന്ന് ഒതുക്കിയൊക്കെ ഞാൻ വെച്ചു. നമ്മുടെ ചട്ടിയിൽ അടച്ചൊക്കെ വെച്ച്. അപ്പോൾ നമ്മുടെ സിങ്ക് പണി തന്നല്ലേ, ഇനി അവിടെ വെച്ച് നമുക്ക് പാത്രമൊന്നും കഴുകാൻ പറ്റൂല. അപ്പോൾ ഞാൻ കുറച്ച് പാത്രം ഇരുന്നതിനെ കൊണ്ടുവന്നു നമ്മുടെ മുറ്റത്ത് കല്ലിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വന്ന സമയത്ത് ചേട്ടൻ കഴിക്കാൻ തുടങ്ങി. മൂത്താൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പം ചേട്ടൻ പറഞ്ഞ് വന്ന് കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവന് ഫോണൊക്കെ അവിടെ വെച്ചിട്ട് പപ്പയുടെ കൂടെ കഴിക്കാൻ വേണ്ടി ഇരുന്ന് അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് കഴിക്കണം. അപ്പോൾ നമ്മളുടെ ആദ്യം ഉണ്ടല്ലേ, ആദ്യം ഉറക്കം എണീറ്റിട്ടില്ല കേട്ടോ. ആദ്യം പുതച്ച് മൂടി കിടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ തണുപ്പല്ലേ, നമ്മൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ കൂടെ വന്ന് ഇരുന്നു കേട്ടോ. ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് മൂത്തവൻ പ്രിയൻ പോയ കാര്യമൊക്കെ എൻ്റെ അടുത്ത് പറയാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്നിട്ട് ഒരു തമാശ പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് ചേട്ടനോട് ഒരു തമാശയൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ മോന് വണ്ടി ഓട്ടിച്ചേട്ടേന്ന്, അവന് കാറിൻ്റെ ലൈസൻസൊക്കെ ഉള്ളതാണ്. അപ്പം അവൻ പോയ വിശേഷമൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാനും തന്നെ അങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച് അവരവിടെ ഇരുന്ന് എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. ഞാനും കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇവിടെ ഒരു പൂച്ചക്കുഞ്ഞുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് രാവിലെ ഇവിടെ ഹാജരായിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ എൻ്റെ കാലിൻ്റെ അവിടെ വന്ന് നിന്നുകൊണ്ട് എന്നെ ഇട്ട് ചുറ്റിക്കണേണ് കേട്ടോ. വിശക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇത് എവിടം വരെ പോകുമെന്ന് നോക്കാൻ വേണ്ടി ഞാൻ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം വിശക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു പൂച്ചക്കുഞ്ഞിനും പുട്ടും ബീഫ് പതിര തോരനും കൊടുക്കാമെന്ന് വിചാരിച്ച് പൂച്ചക്കുഞ്ഞിനും കൊണ്ടുവന്ന് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് തലയിലൊക്കെ ഒന്ന് തലോടി എന്തെന്നറിയുമോ, 2 ദിവസത്തിന് മുമ്പ് ഞാനൊരു ചെറിയൊരു ഈക്കിൻ്റെ കഷ്ണം വെച്ച് കാലിലൊരു തല്ല് കൊടുത്തിരുന്നു കേട്ടോ. എൻ്റെ കാലിൻ്റെ ചിന്നി വിരലിൽ വന്ന് അടിച്ചപ്പം പിന്നെ ഞാൻ പാത്രമൊക്കെ എടുത്ത് വന്ന് വെളിയിൽ കൊണ്ടുവന്ന് വെച്ച് ബാക്കിയുള്ളതും കൂടെ കൊണ്ടുവന്ന് വെച്ച് ഞാൻ പാത്രമൊക്കെ കഴുകാൻ വേണ്ടി തുടങ്ങി. അപ്പോഴും നമ്മളുടെ ഇവിടെ നേരം 10 മണിയൊക്കെ ആയിട്ടുണ്ട്. മഞ്ഞിൻ്റെ ഒരു കണ്ടല്ലൊരു പുക മറയൊക്കെ നമ്മളുടെ മുറ്റത്തൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പാത്രമൊക്കെ ഞാൻ കഴുകിയൊക്കെ അവിടെ ഒതുക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ കൈയും കാലുമൊക്കെ ഒന്ന് കഴുകി ഇട്ട് പാത്രമൊക്കെ എടുത്തുകൊണ്ട് പോവാമല്ലോ എന്ന് വിചാരിച്ച് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെള്ളം മുഖത്ത് നമ്മളിങ്ങനെ ഒഴിക്കുമ്പോഴേ നല്ല തണുപ്പാണ് കേട്ടോ വെള്ളം. അപ്പോൾ വീണ്ടും നമുക്ക് വെള്ളം നമ്മുടെ മുഖത്തോട്ട് ഇങ്ങനെ കോരി ഒഴിക്കാൻ വേണ്ടി എനിക്ക് തോന്നി. അത് നമുക്ക് ഈ വീട്ടമ്മമാരായ എല്ലാവർക്കും അതങ്ങനെ തോന്നും കേട്ടോ. ആ വെള്ളം ഇങ്ങനെ നമ്മളിങ്ങനെ മുഖത്തോട്ട് ഇങ്ങനെ ചാറ്റിക്കുമ്പോൾ
അപ്പോൾ അത് കഴിഞ്ഞ് പാത്രമൊക്കെ ഞാൻ എടുത്ത് കൊണ്ട് നമ്മളെ വീട്ടിനകത്ത് കൊണ്ടുവന്ന് വെച്ച് ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മുടെ ഒരു ഗസ്റ്റ് വന്നിട്ട് ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരാണ് കേട്ടോ. വീട് പാലിയേച്ച് അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അടുത്ത ഞായറാഴ്ചയാണ് പാലിയേച്ച്, എല്ലാവരും വരണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു സബ്സ്ക്രൈബ്. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.